ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് അവർക്കും സ്വാഗതം. ഇപ്പോൾ ഇവിടെ പറയുന്നത് ജനുവരി മാസത്തെ ഫലമാണ്. 2024 ജനുവരി മാസത്തെ ഫലമാണ് പറയുന്നത്. ജനുവരി മാസത്തിൽ മകീരത്തിൻ്റെ അവസാനത്തെ പകുതിയും തിരുവാതിരയും പുണർത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാവവും കൂടി ചേരുന്ന മിഥുനൻ രാശിക്കാർക്കുള്ള ഫലമാണ്. മിഥുനൻ രാശിക്കാർക്ക് 4-ാം ഇടത്തിൽ കേതു, 6-ാം ഭാവത്തിൽ ബുധനും ശുക്രനും, 7-ാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും, 9-ാം ഭാവത്തിൽ ശനിയും, 10-ാം ഭാവത്തിൽ രാഹുവും, 11-ാം ഭാവത്തിൽ വ്യാഴവുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവർക്ക് ചാരവശാൽ ചിന്തിക്കുമ്പോൾ ഏകദേശം ഗ്രഹങ്ങളെല്ലാം പകുതി ഗ്രഹങ്ങളെല്ലാം അനുകൂല ഭാവത്തിലും പകുതി ഗ്രഹങ്ങളുടെ വിപരീത ഭാവത്തിൽ നിൽക്കുകയാണെങ്കിലും പ്രധാനപ്പെട്ട 2 ഗ്രഹങ്ങളായിട്ടുള്ള ശനിയും വ്യാഴവും തെളിഞ്ഞു നിൽക്കുന്നത് വളരെ ഉത്കണ്ഠാപരമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് കാണുന്നത്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള എല്ലാവിധ ആനുകൂല്യങ്ങൾ കിട്ടുമോ, എല്ലാവിധ ആനുകൂല്യങ്ങൾ, അതിന് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഇന്ന ആനുകൂല്യങ്ങൾ കിട്ടുമോ, ഇന്ന ആനുകൂല്യം കിട്ടുമെന്നുകൊണ്ട് പറയും എടുത്തു പറയാത്തവന്ന് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഗവൺമെൻറ് ജോലിയെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് കിട്ടുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസ് ടെസ്റ്റ് മറ്റുള്ള അങ്ങനെയുള്ള പോലീസ് ടെസ്റ്റ് എഴുതി നിൽക്കുന്നവർക്കും സിവിൽ സർവീസ് എഴുതി നിൽക്കുന്നവർക്കും PSC ലിസ്റ്റിലുള്ളവർക്കെല്ലാം അത് കിട്ടുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. ധനവരുമാനത്തിന് പുഴക്കമുണ്ടാവും, ധനവരുമാനം വരുവാനുള്ള സാധ്യതയുണ്ട്. അപ്രതീക്ഷിതപരമായിട്ടുള്ള ധനാഗമങ്ങൾ വന്ന് ചേരുവാനും പുതിയ തൊഴിൽ പാർട്ടികൾ അല്ലെങ്കിൽ ബിസിനസ്സുകാരുകൾ വന്ന് ഇടിച്ചു കയറി വന്ന് ചേരുവാനുള്ള സാധ്യതയും കുടുംബത്തിൽ ഐശ്വര്യ അഭിവൃദ്ധിയും വന്ന് ചേരുവാനും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഐക്യത വന്ന് ചേരുവാനുള്ള സാധ്യതയും ലാഭവിഹിതങ്ങൾ കിട്ടുന്ന ലാഭവിഹിതം തൊഴിലിനനുസരിച്ച് ലാഭവിഹിതങ്ങൾ കിട്ടുകയും അപ്രതീക്ഷിതപരമായിട്ട് ധനലാഭവും ഭാഗ്യ കടാക്ഷങ്ങളും തെളിഞ്ഞു വരുവാനുള്ള കാര്യം. പൊതുവെ ജനുവരി മാസമായ കാരണം ഈ മിഥുനൻ രാശിയിൽപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ലോട്ടറി ഭാഗ്യം കൂടി ഉണ്ട് എന്ന് പ്രത്യേകിച്ച് പറയാനുണ്ട്. അത് മിക്കവാറും ഈ തിരുവാതിര നക്ഷത്രം, പുണർ നക്ഷത്രംകാർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സംഭവമാണ് എന്ന് പറയുന്നുണ്ട്. എന്താ ഇങ്ങനെ എടുത്തു പറയുന്നത് വെച്ചു എന്നാൽ ഭാഗ്യസ്ഥാനത്തിൽ ശനിയും ലാഭസ്ഥാനത്തിൽ വ്യാഴവുമാണ് നടക്കുന്നത്. അത് കാരണം അങ്ങനെയുള്ള യോഗം കാണുന്നുണ്ട്. ഭാഗ്യം നിറഞ്ഞു നിൽക്കുകയും ഈശ്വരാധീനം നിലനിൽക്കുന്ന ഒരു സമയമായ കാരണം കൊണ്ടാണ് പറയുന്നത്. വിദേശ സംബന്ധമായിട്ടുള്ള തൊഴിൽ സംരംഭങ്ങൾക്കും വിദേശ സംബന്ധമായിട്ടുള്ള ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും വളരെ ഉത്കണ്ഠാപരമായിട്ടുള്ള സാധ്യതയാണ്. അതുപോലെ സിനിമാ മേഖലയിലെല്ലാം വൻ വിജയങ്ങൾ കരസ്ഥമാക്കുവാനും പുതുമുഖങ്ങൾ രംഗത്തിറങ്ങി അവർ വിജയം കരസ്ഥമാക്കുവാനുള്ള സാധ്യതയും സേനാധിപത്യം വഹിക്കുന്നവർക്കെല്ലാം അവരവരുടെ കഴിവ്, കായിക താരങ്ങൾക്ക് അവരവരുടെ കഴിവ് തെളിയിക്കുവാനുള്ള സാധ്യതയുമെല്ലാം കൂടുതലായിട്ട് തന്നെ കണ്ടുവരുവാനുള്ള സാധ്യത വിപുലീകരപരമായിട്ട് കാണുന്നുണ്ട്. വിദേശ യാത്ര കൊണ്ട് ഗുണങ്ങളുണ്ടാവും. ദൂരയാത്രകൾ കൊണ്ടെല്ലാം ഉദ്ദേശിച്ച കാര്യങ്ങൾ സാധിച്ചെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. അപ്രതീക്ഷിതപരമായിട്ടുള്ള ധനലാഭം മൂലം അമിത ആഹ്ലാദത്തിന് ഇതുണ്ട്. മനസ്സ് സന്തോഷപ്രദമായിരിക്കും. വസ്ത്രലാഭം, ആഭരണ ലാഭം, ഭൂമി ലാഭം, ഭവനയോഗം, വാഹനയോഗം എന്നിവ എല്ലാം കാണുന്നുണ്ട്. മെക്കാനിക്കൽ സംബന്ധമായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് വളരെ സ്പുഷ്ടപരമായിട്ടുള്ള വളരെ ഇഷ്ടസംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഗുണകരമായിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിന് തൃപ്തിയായിട്ടുള്ള ജോലികളെല്ലാം വന്ന് ചേരുവാനുള്ള കാരണം അപ്രതീക്ഷിതപരമായിട്ടുള്ള വിദേശ യാത്രയ്ക്ക് ഒരുക്കങ്ങൾ പെട്ടെന്നായിരിക്കും ചെയ്യുന്നത്. അല്ലെങ്കിൽ വിദേശ യാത്ര അല്ലെങ്കിൽ ദൂരദേശ യാത്ര, തൊഴിൽ സംബന്ധമായിട്ടുള്ള യാത്രകൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ജനുവരി മാസത്തിൽ സംശയിക്കരുത് എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും ഉണ്ടാവും. വിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാവും. സന്താനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം സന്താന സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഭവന നിർമ്മാണത്തിന് തുടക്കം കുറിക്കാൻ പറ്റിയ ഒരു സമയമാണ്. പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുവാനുള്ള സമയമാണ്. പുതിയ വാഹനങ്ങൾ ബുക്ക് ചെയ്യുവാൻ പറ്റിയ സമയമാണ്. അതുപോലെ തന്നെ ആഗ്രഹ സാഫല്യപരമായിട്ടുള്ള സാധ്യതകൾ, ആഗ്രഹങ്ങൾ മനസ്സിൽ പലവിധ ആഗ്രഹങ്ങളുണ്ടാകും. ചിലപ്പോൾ ഒരു സ്വന്തമായിട്ടൊരു ഭവനം വാങ്ങിക്കണമെന്നായിരിക്കും, അപ്പാർട്ട്മെൻറ്റ് വാങ്ങിക്കണമെന്നായിരിക്കും, വില്ലകൾ വാങ്ങിക്കണമെന്നായിരിക്കും, അല്ലെങ്കിൽ ഭൂമി വാങ്ങിക്കണമെന്നായിരിക്കും, ഒരു കാറ് വാങ്ങിക്കണമെന്നായിരിക്കും. അതുപോലെ തന്നെ ആഭരണങ്ങൾ വാങ്ങിക്കുന്നതായിരിക്കും. ആഭരണ ശേഖരണങ്ങൾക്കെല്ലാം ഉണ്ട്. സ്വർണ്ണാഭരണ മേഖലയിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം വൻ കുതിപ്പുകളും വൻ നേട്ടങ്ങളും ബിസിനസ് ലാഭങ്ങളും കിട്ടുവാനും വസ്ത്രരംഗത്ത് വൻ വിജയങ്ങൾ കൈവന്നു ചേരുവാനുള്ള കാര്യം. ഇലക്ട്രിക്
ഇലക്ട്രിക് സാധനങ്ങളുടെ ഒരു ശേഖരം തന്നെ വന്നു ചേരുവാനുള്ളതും ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സംബന്ധമായ വിഷയങ്ങളിൽ വളരെ കുതിപ്പ് വന്നു ചേരുവാനും അതിൽ ലാഭവിഹിതങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത വളരെ തെളിഞ്ഞിട്ട് തന്നെ കാണുന്നുണ്ട്. അത് കാരണം ഭയങ്കര യോഗമാണ് ഇവർക്ക് പ്രതീക്ഷിച്ച് ഇരിക്കുന്നത് എന്ന് തന്നെ പറയാം. തീർച്ചയായും ജനുവരി മാസം ഇവർക്ക് വളരെ ഗുണകരമായിട്ടുള്ളൊരു കാലം തന്നെയാണ്. വാഗ്ദാനമല്ല അനുഗ്രഹകരമായിട്ട് വന്നിരിക്കുന്നത് എന്ന് തന്നെ ഏറ്റുപറയേണ്ട ഒരു ആവശ്യമുണ്ട്. നിങ്ങൾ എന്താണ് ആ ഉദ്ദേശിക്കുന്നത്, ഉദ്ദിഷ്ട കാര്യം നടക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശകാര്യ മന്ത്രാലയങ്ങളുമായിട്ട് ചർച്ച ചെയ്യുവാനും അവരുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുവാനും ബിസിനസ്സുകാർ തമ്മിൽ ഒത്തുചേരുവാനും റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള വൻകിട റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള ഭൂമി മാഫിയമാരുള്ള വൻകിട ഏക്കർ കണക്കിനുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ടുള്ള കോപ്പറേറ്റീവ് കമ്പനികളായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ എല്ലാം കച്ചവടമാകാനുള്ള സമയം കൂടിയാണ് ഇപ്പോൾ കാണുന്നത്. എന്നാൽ ഇത്രയും പറയാൻ എത്രത്തോളം ഉണ്ട് അത്രത്തോളം ഉണ്ട്. അതുപോലെ തന്നെ ഡോക്ടേഴ്സ് വിഭാഗം മെഡിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ വിജയിക്കുന്നവർക്ക് നല്ല ഗുണങ്ങൾ കിട്ടും. അതുപോലെ തന്നെ രോഗാധിക്യത്തിൽ കഴിയുന്നവർക്കെല്ലാം വളരെ ആശ്വാസം കിട്ടുന്ന ഒരു മാസം കൂടിയാണ് ഈ മാസം. അതുപോലെ തന്നെ അപ്രതീക്ഷിതപരമായിട്ടുള്ള യാത്ര പെട്ടെന്ന് വേണ്ടി വരും. അതിനുള്ള തയ്യാറെടുപ്പുകൾ പെട്ടെന്ന് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ളത് കൊണ്ട് യോഗങ്ങൾ ഉണ്ടാവും എന്ന് തന്നെ പറയാം. ഇഷ്ടപുത്രലാഭം ഉണ്ടാവും എന്ന് തന്നെ പറയാം. മനസ്സിന് ഇഷ്ടപ്പെട്ടിനെ പെണ്ണിനെ സ്വന്തമാക്കാനുള്ള അത് ഇണയെ കണ്ടുപിടിക്കാൻ പരിചയപ്പെടുവാനുള്ള സന്ദർഭമുണ്ട്. പുതിയ പ്രണയ ബന്ധങ്ങൾക്കെല്ലാം ആക്കം കൂട്ടുവാനും അല്ലെങ്കിൽ തുടക്കം കുറിക്കുവാനുമുള്ള സാധ്യതയുമെല്ലാം മിഥുനൻ രാശിക്കാർക്ക് കാണുന്നുണ്ട്. എന്നിരുന്നാലും രാശിപ്രകാരം മിഥുനൻ രാശിക്കാർക്ക് മകീര നക്ഷത്രക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ചൊവ്വാഴ്ച ഭഗവതി സേവ, തിരുവാതിര നക്ഷത്രക്കാർ നാഗത്തിങ്കൽ 100 പാലും, പുണർ നക്ഷത്രക്കാർ ശ്രീരാമനെങ്കിൽ അവൽ നിവേദ്യം, വെടിവഴിപാട്, ഭാഗ്യസൂക്തം എന്നിവ നടത്തിക്കഴിഞ്ഞാൽ ഇനിയും ഗുണമേന്മ കൂടി വരുവാനുള്ള സാധ്യതയുണ്ട്. നമസ്കാരം.